ISLൽ മൊറോക്കൻ താരങ്ങൾക്ക് നല്ലൊരു വാല്യൂ തന്നെ ഉണ്ട് എന്നൊരു കാര്യം എടുത്ത് പറയേണ്ട ആവശ്യകതയില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ടണിയുന്ന നോഹ സദോയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC താരമായിട്ടുള്ള ബെമാവനും അതോടൊപ്പം തന്നെ ISL തന്നെ ഏറ്റവും അധികം എക്സ്പീരിയൻസ് ഉള്ള അഹമ്മദ് ജാഹു എന്ന് പറയുന്ന താരങ്ങൾ തുടങ്ങിയ താരങ്ങളെല്ലാം തന്നെ മൊറോക്കൻ താരങ്ങളാണ്. എന്നാൽ തന്നെ മൊറോക്കൻ നാഷണാലിറ്റി ഉള്ള ഒരു താരത്തിന് വളരെയധികം ഒരു വാല്യൂ തന്നെ ISLൽ ഉണ്ട് എന്നൊരു കാര്യം എടുത്തെടുത്ത് പറയേണ്ട ആവശ്യകതയില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഡിഫൻസിൽ അത്ര കണ്ടൊന്നും ശോഭിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച ഡിഫൻഡർ ആയിട്ടുണ്ടായിരുന്നത്, അതായത് കൊയേഷ്യൻ മികച്ച ഡിഫൻഡർ ആയിട്ടുണ്ടായിരുന്ന മാർക്കോ ലെസ്കോവിച്ചിനെ ടീമിൽ നിന്ന് പറഞ്ഞു വിട്ട് തന്നെയായിരുന്നു ഇതിന് ഏറ്റവും വലിയൊരു കാരണമെന്ന് നാം എടുത്തെടുത്ത് പറയേണ്ടതാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്കെല്ലാവർക്കും പറയാം മിലോസ് ടെൻസിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോയേക്കുമെന്ന തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് റീപ്ലേസ്മെൻറ്റ് എന്ന തരത്തിൽ മൊറോക്കൻ ഡിഫൻഡർ ആയിട്ടുള്ള ആദിൽ താഹിഫ് എന്ന് പറയുന്ന 24 വയസ്സ് മാത്രം പ്രായമുള്ള താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാനായി ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് പുറമെ ഈസ്റ്റ് ബംഗാളും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCയും താരത്തെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടും റൈറ്റ് ബാക്ക് പൊസിഷനിലും ഒക്കെ തന്നെ കളിക്കാൻ പറ്റുന്ന താരമായിരുന്നാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മുതൽക്കൂട്ടാവുമെന്ന കാര്യം എടുത്ത് പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ ടീമിലേക്ക് എത്തിക്കുമോ എന്ന കാര്യമൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. കാരണം ഈ ഒരു ഭാഗത്ത് ഒരു റൂമർ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്, ഒരു ഒഫീഷ്യൽ സോഴ്സിൽ നിന്നുമല്ല ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ നമുക്കെല്ലാം കണ്ടു തന്നെ അറിയേണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മിലോസ് ടെൻസിച്ചിനെ നിർത്തുവാനുള്ള സാധ്യതകൾ വളരെ കുറവായ സാഹചര്യത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുള്ളത്. സോ എന്തൊക്കെയാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാവുന്നതാണ്.